ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അക്കാമ്മ ചോദ്യം ചെയ്തിരിക്കുകയാണ്. അങ്ങനെ മറിയാമ്മ പറയാണ്, ചെയ്യാൻ പറഞ്ഞത് സഞ്ജയാണ്, ആ ഗോപാലനില്ലേ, ആര്, ആ കന്നാസ് ഗോപാലനോ എന്ന് അക്കാമ്മ ചോദിക്കുമ്പോൾ തീർച്ചയായും മറിയാമ്മ പറയാണ്, കന്നാസ് ഗോപാലൻ തന്നെ, അവരുടെ മകൻ സഞ്ജയാണ് എനിക്ക് കൊട്ടേഷൻ തന്നതെന്ന് പറയുമ്പോൾ അക്കാമ്മ ആ സത്യം ഇങ്ങനെ ഓർക്കണിട്ടാ, ഈശ്വര, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടാത്ത ആ പേര് അവൻ തന്നെ. അപ്പോൾ ഉടനെ തന്നെ മഹിമയും ഈ ഗോപാലനും തമ്മിൽ എന്താ രഹസ്യം എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അതൊന്നും എനിക്കറിയില്ല, അവർ തമ്മിൽ എന്താ വഴക്ക് അതും എനിക്കറിയില്ല എന്ന് മറിയാമ്മ പറയുന്നു കേട്ടോ. അവരെനിക്ക് കൊട്ടേഷൻ തന്നു, ഞാൻ അതുപോലെ ചെയ്തു എന്ന് പറയുന്നത്. ഇതേ സമയം നിർമ്മലക്കും ഒരു പേടിയുണ്ട് കേട്ടോ. നിർമ്മല അക്കാമയെ ഇങ്ങനെ നോക്കുന്നുണ്ട്. അതേസമയം മഹിമയാണ് കാണിക്കുന്നത്. മഹിമയെ അക്കാമയെ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞിട്ട് അക്കാമയുടെ കൂട്ടുകാരികൾ എല്ലാവരും കൂടി വളഞ്ഞിരിക്കുകയാണ്. എന്നിട്ട് അക്കാമയെ അടിക്കാൻ മഹിമയെ അക്കാമയുടെ കൂട്ടുകാരെല്ലാവരും കൂടി കൈ പിടിച്ചിട്ട് ഒതുക്കി നിർത്തിയിട്ട് ഒരു കമ്പി കൊണ്ട് തലക്കടിക്കുന്ന ആ സമയത്താണ് കേട്ടോ അക്കാമ ആ കമ്പി വന്ന് തടയുന്നത്. അത് കാണുന്ന അവർ ഞെട്ടിപ്പോകണം. ഇവൾ എന്നെ ശിക്ഷിക്കുകയല്ലേ, ഇവൾ എന്നെ രക്ഷിക്കുകയാണ് തന്നത്. കറക്റ്റ് സമയത്ത് എനിക്ക് വേണ്ട ട്രീറ്റ്മെൻറ്റ് ഇവൾ തന്നതുകൊണ്ട് നെഞ്ചുവേദന വന്ന ഇന്ന് ഞാൻ ജീവിതത്തിലോട്ട് വന്നത് എന്നുള്ള സത്യം വെളിപ്പെടുത്തുമ്പോൾ ഇവരാകെ ഞെട്ടിപ്പോകണേട്ടാ. അപ്പോഴേക്കും നിർമ്മല അവിടെ എത്തണം. നിർമ്മല പറയാണ്, ഈ ഈ ജയിലിനുള്ളിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ എന്നെക്കാൾ അധികാരമോ, ഞാൻ കുറച്ച് സ്വാതന്ത്ര്യം തന്നു എന്ന് കരുതിയിട്ട് എൻ്റെ പരിധിക്കുള്ളിൽ നിങ്ങൾ കിടന്ന് അക്രമം നടത്തി എന്നൊക്കെ പറഞ്ഞിട്ട് നിർമ്മല ഭയങ്കരമായി ദേഷ്യപ്പെടുകയാണ്. ഇതേ സമയം അക്കാമ്മ പറയണേ, അക്കാമ്മയോട് നിർമ്മല പറയാണ്, എന്തായാലും ഇവരൊക്കെ അങ്ങ് ഉള്ളിലോട്ട് പോയിക്കോട്ടെ. അപ്പോൾ ഉടൻ തന്നെ നിർമ്മലയുടെ ആ വാക്ക് കേൾക്കുമ്പോൾ അക്കാമ്മ പറയണേ, അത് വേണ്ട, ഇവരവിടെ നിൽക്ക്, ഞാനൊരു കാര്യം പറയട്ടെ എന്ന് പറഞ്ഞ് മഹിമയുടെ കൈകൾ പിടിച്ച് വലിച്ചിട്ട്, ഇവൾ എനിക്ക് വേണ്ടപ്പെട്ടവളാണ്, അതുകൊണ്ട് തന്നെ ഇവളെ ആരും ഇനി ഈ സെല്ലിൽ ഉപദ്രവിച്ചാൽ നിർമ്മലയായിരിക്കില്ല ഇടപെടുക, ഞാനായിരിക്കും ഇടപെടുക. ഈ അക്കാമ്മയുടെ കൈക്കരുത്ത് അറിയുമെന്ന് പറയുമ്പോൾ മഹിമ പോലും ഞെട്ടിപ്പോവാണ് കേട്ടോ. അങ്ങനെ മഹിമ ഇങ്ങനെ വന്നിട്ട് മഹിമയോട് പറയണ, മോളെ നീ എന്തിനാണ് എനിക്ക് ജീവൻ രക്ഷിച്ചത്, ഞാൻ എന്നെ ശിക്ഷിക്കാനല്ലേ നോക്കിയത്. അത് കേട്ട ഉടനെ മഹിമ പറയണേ, ഞാൻ പഠിക്കുന്നത് ഒരു മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥിനിയാണ്, എനിക്ക് ജീവൻ രക്ഷിക്കാനാണ് പഠിപ്പിച്ച് തന്നിട്ടുള്ളത്, അല്ലാതെ ഒരാളെ മരണം എടുക്കാനല്ല എന്ന് പറയാം കേട്ടോ. ഇത് കേൾക്കുന്ന അക്കാമ്മ പറയണേ, സത്യത്തിൽ നീ, അപ്പോഴേക്കും മഹിമ അവിടെ നിന്ന് പോകാൻ നോക്കുകയാണ്. അപ്പോൾ ഉടൻ തന്നെ, നീ ഒന്ന് അവിടെ നിന്നേ മോളെ, നീ എങ്ങനെ ഇതിനുള്ളിൽ അകപ്പെട്ടു എന്ന് പറയുമ്പോൾ, ഞാനൊരു കഥ പറയാൻ ഒരുങ്ങിയപ്പോഴേ നീ ഇവിടെ വരുന്ന ഓരോ പെൺകുട്ടികൾക്ക് ഓരോ കഥയുണ്ടെന്ന് പറഞ്ഞിട്ടല്ലേ അക്കാമ്മ ഇവിടെ കളിയാക്കിയത്. അത് കേട്ട ഉടനെ തന്നെ, അത് കഴിഞ്ഞു, എന്തായാലും നീ എങ്ങനെ അകപ്പെട്ടു, ഞാൻ ചെയ്യാത്ത തെറ്റിൻ്റെ പേരിൽ എന്നെ എല്ലാവരും കൂടി അകപ്പെടുത്തിയതാണെന്ന് പറയട്ടോ. അത് കേട്ട നിൻ്റെ കഥ കേൾക്കാൻ എനിക്ക് താല്പര്യമുണ്ടെന്ന് അക്കാമ്മ പറയണേ. അങ്ങനെ ആ കഥ പറയണം കേട്ടോ. പീതാംബരം മരിച്ചതും പിന്നീട് ഗിരിയെ അറസ്റ്റ് ചെയ്തതും ഗിരിയെ കൊണ്ടുപോയതും ഗിരിക്കെതിരെ തെളിവുകൾ ഇനി വരുമോ എന്ന് പേടിച്ച് ഗിരിയെ അകത്താക്കാൻ നോക്കിയതും പിന്നീട് ഗിരിയെ രക്ഷിക്കാൻ വേണ്ടി തൻ്റെ ചേച്ചി തന്നെ കുരുക്കിയത് സത്യങ്ങളൊക്കെ പറയുമ്പോൾ ഉടൻ തന്നെ അക്കാമ്മ ഞെട്ടിപ്പോവാണ് കേട്ടോ. ഇതേ സമയം മഹിമ പറയണേ, എന്നെ എല്ലാവരും കൂടി ഇതിനുള്ളിലോട്ടാക്കിയതാണ്, എൻ്റെ ചേച്ചി അടക്കം എന്ന് പറയുമ്പോൾ തെറ്റുപറ്റി, നിന്നെ ഇതിനുള്ളിലാക്കിയത് ഗോപാലനാണ്, ഗോപാലിൻ്റെ തന്ത്രങ്ങളാണ്. അത് കേട്ടോടെ തന്നെ അവിടെ ഒന്ന് പതറിപ്പോകണം കേട്ടോ. ഈശ്വര, എന്താ നിങ്ങൾ പറഞ്ഞത്? അതെ, മറിയാമ്മയെ വിട്ട് ഈ സെല്ലിനുള്ളിൽ നിന്നെ ഇവിടെ കൊല്ലാൻ ശ്രമിച്ചത് ഗോപാലനാണ്, ഗോപാലിൻ്റെ മകൻ സഞ്ജയ് പറഞ്ഞിട്ടാണെന്ന് പറയട്ടോ. ഇത് കേൾക്കുന്നതിനോടുകൂടി ശരിക്കും ഞെട്ടിപ്പോവാണ് മഹിമ. അതെങ്ങനെ നിങ്ങൾക്കറിയാം? ഞാൻ മറിയാമ്മയെ ചോദ്യം ചെയ്തപ്പോൾ ഇതിൻ്റെ യഥാർത്ഥ പ്രതി ആരെന്ന് അവൾ പറഞ്ഞു എന്നോട്. നീ വന്നപാടെ എന്നെയല്ലേ സംശയിച്ചത്, അതിന് നിന്നെ കുറ്റം പറയാൻ പറ്റില്ല, കാരണം വന്നപാടെ നിന്നോട് ഞാൻ അങ്ങനെയുള്ള പ്രവൃത്തികളാണല്ലോ ചെയ്തത്, അതുകൊണ്ട് ഞാനാണ് നിന്നെ കൊല്ലാൻ ശ്രമിച്ചു എന്ന് നീ ധരിച്ചിരിക്കുമ്പോൾ ഇവിടെ തെറ്റുപറ്റി, യഥാർത്ഥ പ്രതി രക്ഷപ്പെടുകയാണ് ചെയ്തതെന്ന് പറയണ്ട. എന്തായാലും ഇനി നിനക്ക് രക്ഷകയായി ഞാനുണ്ടാവും എന്ന് പറയുമ്പോൾ മഹിമക്ക് സന്തോഷമാവാണ്. പിന്നീട് ഗോപാലൻ്റെ കുടുംബത്തെയാണ് കാണിക്കുന്നത്. അങ്ങനെ സ്വപ്ന പറയണേ, എന്തായാലും അവൾ രക്ഷപ്പെട്ടല്ലോ, നമ്മൾ അതിൽ പ്രതിയാണെന്ന് ആരും അറിഞ്ഞില്ലല്ലോ, മറിയാമ്മ അവളെ രക്ഷപ്പെടുത്തിയല്ലോ, വ്യക്തിവൈരാഗ്യം എന്നൊക്കെ പറഞ്ഞില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ ഗോപാലൻ പറയണം, അവൾ രക്ഷപ്പെട്ടിയേ, പക്ഷേ എൻ്റെ മനസ്സിലൊരു സങ്കടമുണ്ട് മോളെ, എൻ്റെ കുഞ്ഞിനെ, എൻ്റെ പേരക്കുട്ടീനെ കൊന്ന അവളെ എനിക്ക് ജയിലിലടക്കണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. ജയിലിലടക്കണം എന്നല്ല, അവളെ മരണത്തിലോട്ട് വിട്ടുകൊടുക്കണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ അത് നടന്നില്ല. അപ്പോൾ കേൾക്കുന്ന ശാലിനി പറയണേ, നമുക്ക് സെല്ലടക്കാനെങ്കിലും കഴിഞ്ഞില്ലേ? അപ്പോൾ ഉടൻ തന്നെ സഞ്ജയ് പറയണം, അതെന്നോ ആവായിരുന്നു, ഇവളുടെ കുഞ്ഞിനെ കൊന്നു എന്ന് പറഞ്ഞിട്ട് അവളുടെ പേരിൽ ഒരു കേസ് കൊടുക്കായിരുന്നു, അതും കൂടി പോലും നടന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴാണ് കേട്ടോ അങ്ങോട്ടേക്ക് അനിത കയറി വരുന്നത്. അപ്പോൾ അനിതയെ കണ്ടിടുന്ന, ഇതിപ്പോൾ ആര് എന്തായാലും ഇനി മഞ്ജുവിനെയാണ് പേടിക്കേണ്ടതെന്ന് പറയുമ്പോൾ, മഞ്ജുവിനെ നിങ്ങൾ പേടിക്കണേ, നിങ്ങൾക്കൊരു സന്തോഷ വാർത്ത പറയാനാണ് വന്നത്, മഞ്ജു ഇനി രാജിവെക്കുന്നു എന്നുള്ള സത്യം പറയാൻ കേട്ടോ.
അത് കേൾക്കുന്ന ഗോപാലൻ പറയണേ, അനിതേ നീ എപ്പോൾ വരുമ്പോഴും സന്തോഷമുള്ള വാക്കുകളുമായിട്ടാണല്ലോ വരുന്നത്, പറയാനില്ല എന്ന് പറയുമ്പോൾ അത് മാത്രമല്ല ഗോപാൽജി, നിങ്ങൾക്ക് വേറൊരു സർപ്രൈസും കൂടി കൊണ്ട് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ബാക്കിലോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ അനിതയുടെ അച്ഛനാണ് കേട്ടോ. അനിതയുടെ അച്ഛനെ കാണുമ്പോൾ ഗോപാലൻ നിന്ന് ഞെട്ടുന്നുണ്ട്. ഗിരിയെ കൊന്നതും ഗിരിയെ അടിച്ചതും പിന്നീട് അവിടെ നിന്നുണ്ടായ ആ രംഗങ്ങളൊക്കെ ഇങ്ങനെ ഓർമ്മയിൽ വരണം കേട്ടോ. എന്നിട്ട് ഗോപാലനോട് പറയണേ, ഞാനിങ്ങോട്ടേക്ക് വന്നത് എന്ന് പറയുമ്പോഴേക്കും ഗോപാലൻ പറയണേ, നീ നിൻ്റെ അച്ഛൻ കുടിച്ചു ഒരു വിധമായി എന്നൊക്കെയല്ലേ എന്നോട് കഥ പറഞ്ഞത്, എന്നിട്ട് ഇപ്പം എന്താ എന്ന് പറയുമ്പോൾ അയാൾ പറയണേ, ഞാൻ കുടിച്ചു എന്നുള്ളത് സത്യം തന്നെ, പക്ഷേ എൻ്റെ മകളെ എന്നെ ജീവിതത്തിലോട്ട് കൊണ്ടുവന്ന പാടെ നിങ്ങളെ കാണണമെന്ന് തോന്നി. കാരണം ഒരു തുടക്കത്തിന് ഇറങ്ങുമ്പോൾ ഗോപാൽജി എന്നെ സഹായിക്കില്ലേ എന്ന് ചോദിക്കുമ്പോൾ അത് എന്ന് പറയുമ്പോൾ എന്താ ഗോപാൽജി ഒരു ഇതുണ്ടല്ലോ എന്ന് പറയുമ്പോൾ തീർച്ചയായും ഞാൻ സഹായിക്കാം എന്ന് പറയണേട്ടാ. അപ്പോൾ ഗോപാലിൻ്റെ ഉള്ളിലൊരു പേടിയുണ്ട്. അങ്ങനെ അനിതയുടെ അച്ഛൻ അവിടെ നിന്ന് പോകാൻ ഒരുങ്ങുമ്പോൾ ഇതാരെന്ന് ചോദിക്കുമ്പോൾ ഇത് ഗിരിയുടെ പെങ്ങളാണെന്ന് പറയണേട്ടോ ശാലിനി. അത് കേൾക്കുന്ന അയാൾ ഗോപാലിനെ ഇങ്ങനെ നോക്കി ചിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നീടാണെങ്കിലും മഞ്ജുവിനെയാണ് കാണിക്കുന്നത്. മഞ്ജു ഡോക്ടറെ അടുത്തോട്ട് പോകാൻ നിൽക്കുകയാണ്. ആ സമയം ഭാനുവതിയമ്മ പറയണേ, നീ ഒറ്റയ്ക്ക് പോവല്ലേ, ഞാൻ നിൻ്റെ കൂടെ വരാം, അല്ലെങ്കിൽ ഗിരി വരും. വേണ്ട, അത് ഗിരിയേട്ടൻ പുതിയൊരു ജോലിക്ക് കയറിയല്ലേ, ഈ സമയം ഗിരിയേട്ടനെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നത് ശരിയല്ല, ഞാൻ തനിയെ പോയിക്കോളാം എന്നൊക്കെ പറയണം കേട്ടോ. അപ്പോൾ വനമ പറയുന്നത്, നീ നിൽക്ക്, ഞാൻ വരാമെന്ന് പറയുമ്പോൾ ഇല്ല അമ്മ, എനിക്ക് കൈകാര്യം ചെയ്യാവുന്നുള്ളൂ, ഞാൻ പോയിക്കോളാം എന്ന് പറഞ്ഞ് പോവാണ് കേട്ടോ. അപ്പോൾ പ്രീതി അവിടെ നിൽക്കുന്നുണ്ട്. പ്രീതിയെ കണ്ട അവിടെ തന്നെ മഞ്ജു ചോദിക്കുക, അല്ല നീ വരുന്നില്ലേ, നീ ചെക്കപ്പിനൊന്നും പോരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ അയ്യോ ഞാൻ എന്ന് പറയുമ്പോഴേക്കും അത് പിന്നെ നിന്നോടൊരു കാര്യം പറയട്ടെ എന്ന് പറഞ്ഞിട്ട് പറയാനൊരുങ്ങുമ്പോൾ ഈ തള്ളയെ ഒന്ന് പേടിപ്പെടുത്താൻ മനസ്സുകൊണ്ട് പ്രീതി ഇങ്ങനെ ചിന്തിച്ചിട്ട് പറയാണ് കേട്ടോ, എൻ്റെ കുഞ്ഞ് അത് ഇനി നോക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞങ്ങ് ഒരുങ്ങുമ്പോഴേക്കും ഭാനുവതിയമ്മ ഞെട്ടിപ്പോവാണ് കേട്ടോ. അപ്പോഴേക്കും ഭാനുവമ്മ, പ്രീതി നീ അങ്ങ് പോയിക്കോ, ഇവളുടെ ചെക്കപ്പ് കഴിഞ്ഞ മാസം നടത്തിയത് കൊണ്ടാണ് മഞ്ജു നിന്നോട് അങ്ങനെ പറയുന്നത്, അത് നീ നോക്കണ്ട, നീ ഇപ്പം എന്തായാലും തൽക്കാലം അങ്ങ് പോകാൻ നോക്കിയെന്ന് പറഞ്ഞിട്ട് മഞ്ജുവിനെ പറഞ്ഞു വിടാനിട്ട്. അപ്പോഴേക്കും ഭാനുവതിയമ്മ പറയണേ, നീ എന്ത് കൽപ്പിച്ചാടി ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നോക്കുന്നത്, ഒന്നെങ്കിൽ അവൾ ഗർഭിണിയാണെന്നുള്ളൊരു ഒരു പരിഗണന വേണ്ടേ. അത് കേട്ട ഉടനെ തന്നെ അവൾ ഗർഭിണി ആയതുകൊണ്ടാണ് ഞാൻ ഇത്രയും നല്ല രീതിയിൽ സംസാരിച്ചത്, അവൾക്ക് ഇവിടെ നിന്നും ഇറങ്ങാം, അതിനുള്ള സമയമൊക്കെ ആയിട്ടുണ്ട്, അവളെ ഇറങ്ങിക്കൂടെ, മറ്റുള്ളവർക്ക് ശല്യമാവാൻ നിൽക്കേണ്ടല്ലോ എന്ന് പറഞ്ഞു തന്നെ ഭാനുവതിയമ്മ പറയണേ, ഭാര്യ ഭർത്താക്കന്മാരുടെ ബന്ധം എന്ന് പറയുന്നത് അത് ദൃഢമായതും പവിത്രമായതുമാണ്, അവർക്കിടയിൽ വഴക്കുകളൊക്കെ ഉണ്ടാവും, പക്ഷേ അതിനിടയിൽ നീ കയറി വരണ്ട എന്നൊക്കെ പറയുമ്പോൾ ഉടൻ തന്നെ അതിലേറെ തെറ്റുകളല്ലേ നിങ്ങളുടെ മകനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്നും ഇങ്ങനെ പ്രീതി പറയാനായിട്ടാണ്. അപ്പോൾ ഭാനുവതിയമ്മക്ക് ഇങ്ങനെ പ്രതികാരമാവുകയാണ്, ഇവളെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് ഇറക്കണം എന്നുള്ള ഒരു പ്രതികാര ബുദ്ധിയാണ് കേട്ടോ. പിന്നീട് മഹിമയാണ് കാണിക്കുന്നത്. മഹിമയെ വക്കീൽ കാണാൻ വന്നിരിക്കണം. മഹിമയുടെ മുഖത്തൊരു പുഞ്ചിരിയൊക്കെ ഉണ്ട്. അത് കാണുന്ന വക്കീൽ, തനിക്ക് എന്താടോ പറ്റി, ഈ സെല്ലിനുള്ളിൽ താൻ്റെ മുഖം കാണുമ്പോൾ എനിക്ക് വിഷമമായിരുന്നു, ഇന്നെന്താ താൻ ചിരിക്കുന്ന ഒരു സന്തോഷ വാർത്തയുണ്ട്, അതെന്താണെന്ന് ചോദിക്കുമ്പോൾ അല്ല അതെന്താ. അപ്പോഴേക്കും അക്കാമ്മയും ഞാനൊരു ഫ്രണ്ടായി. എന്താ നീ പറയുന്നത്, ഫ്രണ്ടായിന്നാ? അതെ, അവരുടെ ജീവൻ ഞാൻ രക്ഷിച്ചു, അതുകൊണ്ട് അവരിപ്പോൾ എന്നെ ഈ സെല്ലിൽ എനിക്ക് വലിയൊരു ഇതാണ് അവർ തരുന്നതെന്നൊക്കെ എന്നെ പറയുമ്പോൾ എടോ ഞാൻ തന്നെ വളരെ ചെറുതായി കണ്ടു, ഇപ്പോൾ താനൊരു സംഭവമാണെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുമാത്രമല്ല വേറൊരു സന്തോഷ വാർത്തയുണ്ട് എന്ന് പറഞ്ഞിട്ട് പറയാനൊരുങ്ങുന്ന ആ ഒരു സീനിലാട്ടോ എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത്.